അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വബഅദ്. ഫഇന്നി ഊസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, പൂച്ചയെ കച്ചവടം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്ന ഒരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൂച്ചയെ വിൽക്കൽ ഹറാമാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രഭാഷണം എനിക്കെൻ്റെ ഒരു സുഹൃത്ത് വിട്ടു തന്നതാണ് ഈ ചർച്ചയുടെ ആധാരം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം, പഠിച്ചു നോക്കാം, അന്വേഷിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകൾ, അതുപോലെ തന്നെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൻ്റെ വചനങ്ങൾ, ഇത് നമ്മൾ അതിൻ്റെ ബാഹ്യാർത്ഥം വെച്ച് അതിൻ്റെ വിശദീകരണങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാതെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഒരുപാട് ധാരണാപിശകുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഖുർആനിൻ്റെ വചനങ്ങൾ, ബഹുമാനപ്പെട്ട ഹദീസുകൾ, ഇതിനെക്കുറിച്ച് മഹാന്മാരായ മുഫസ്സിറുകൾ, മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ബഹുമാനപ്പെട്ട ഫുഖഹാ, അവരൊക്കെ എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പറഞ്ഞു തന്ന ആശയമെന്ത്, അത് അനുധാവനം ചെയ്ത് ജീവിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ എന്ന് ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പൂച്ചയെ നിരുപാധികം വിൽക്കൽ ഹറാമാണ് എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് എന്നാൽ നമുക്ക് ആ ഹദീസ് തന്നെ നോക്കാം. ബഹുമാനപ്പെട്ട സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. ആ ഹദീസ് ഇങ്ങനെയാണ്: وبه قال حدثني سلمة بن شبيب حدثنا الحسن بن أعين حدثنا معقل عن أبي الزبير رضي الله عنه وعنهم قال: سألت جابرا عن ثمن الكلب والسنور قال: زجر النبي صلى الله عليه وسلم عن ذلك. മഹാനായ അബൂ സുബൈർ റളിയല്ലാഹു തആല തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസാണത്. ഖാല, അബൂ സുബൈർ റളിയല്ലാഹു തങ്ങൾ പറയുന്നു: സഅൽതു ജാബിറൻ, ഞാൻ മഹാനായ ജാബിർ റളിയല്ലാഹു തങ്ങളോട് ചോദിച്ചു, അൻ സമനിൽ കൽബി, നായയുടെ വിലയെ തൊട്ടും, വസിന്നൗരി, പൂച്ചയുടെ വിലയെ തൊട്ടും, അത് കച്ചവടം നടത്താൻ പറ്റുമോ, അത് കച്ചവടം നടത്തിയിട്ട് കിട്ടുന്ന പൈസ ഹലാലാകുമോ? ഖാല, ആ സമയത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സജറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക, അതിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു. ഇതാണ് ആ ഹദീസ്. ഈ ഹദീസിൽ പറഞ്ഞ സജറിൻ്റെ മഅന എന്താണ്? നബി തങ്ങൾ വിലക്കി എന്ന് പറഞ്ഞല്ലോ, ഇതിൻ്റെ മഅന എന്ത്? അത് മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ ശറഹ് മുസ്ലിമിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞു, ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന്. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തങ്ങൾ ബഹുമാനപ്പെട്ട ശറഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം: وأما النهي عن ثمن السنور فهو محمول على أنه لا ينفع أو على أنه نهي تنزيه. അങ്ങനെ പറഞ്ഞു പോയിട്ട് فإن كان مما ينفع وباعه صح البيع وكان ثمنه حلالا هذا مذهبنا ومذهب العلماء كافة.
ഇതാണ് ഇതിൻ്റെ വിശദീകരണം. നോക്കുക. വഅമ്മൻ നഹിയു അൻ സമനി സിന്നൗരി, പൂച്ചയുടെ വിലയെ തൊട്ടുള്ള ആ നഹി, ആ വിരോധന. വഅമ്മൻ നഹിയു, അപ്പോൾ ആ വിരോധനയാകുന്നത്. അൻ സമനി സിന്നൗരി, പൂച്ചയുടെ വിലയെ തൊട്ടുള്ള ആ വിരോധന. ഇപ്പം നിങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞില്ലേ, ആ വിരോധനയാകുന്നത് ഫഹുവ മഹ്മൂലുൻ, അതിനെ ചുമത്തപ്പെടേണ്ടതാണ്. അല അന്നഹു ലാ യൻഫഉ, ഒരു ഉപകാരമില്ലാത്ത പൂച്ചൻ്റെ മേലിൽ ചുമത്തപ്പെടേണ്ടതാണ്. നിശ്ചയമായിട്ട് ഒരു ഉപകാരമില്ല, ആ പൂച്ചനെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. അങ്ങനത്തെ പൂച്ചയെ എന്താക്കാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല എന്നതിൻ്റെ മേൽ ചുമത്തപ്പെടേണ്ടതാണ്. എന്താണ് പൂച്ചയെ കൊണ്ടുള്ള ഉപകാരമെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ തുഹ്ഫയുടെ, ബഹുമാനപ്പെട്ട തുഹ്ഫയുടെ ഈ വാർത്ത വായിക്കുന്നുണ്ട്, അപ്പോൾ തിരിയും. അല്ലെങ്കിൽ ഔ അല അന്നഹു നഹിയു തൻസീഹിൻ, അല്ലെങ്കിൽ ഏറിപ്പോയാൽ തന്നെ ഈ നഹി എന്ന് പറഞ്ഞാൽ തൻസീഹിൻ്റെ നഹിയാണ്, കറാഹത്തിൻ്റെ മേൽ അറിയിക്കുന്ന നഹിയാണ് എന്നതിൻ്റെ മേൽ ചുമത്തപ്പെടണം. ഉണ്ടോ? ഏറിപ്പോയാൽ തന്നെ അത് കറാഹത്തിൻ്റെ മേലേ അറിയിക്കുള്ളൂ, അല്ലാതെ വിൽക്കൽ ഹറാമാണ് എന്നതിൻ്റെ മേലിൽ ഇത് അറിയിക്കൂല. ഇങ്ങനെ പറഞ്ഞു പോയിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ശറഹ് മുസ്ലിമിൽ തന്നെ പറയുന്നുണ്ട്, ഫഇൻകാന മിമ്മാ യൻഫഉ, ഇനി പൂച്ച ഉപകാരമുള്ള വകുപ്പിൽപ്പെട്ടതാണെങ്കിൽ, വബഅഹു, എന്നിട്ട് ആ പൂച്ചയെ ഒരാൾ വിൽക്കുകയും ചെയ്താൽ, സ്വഹൽ ബൈഉ, ആ കച്ചവടം ഹലാലാവും ചെയ്യും. വകാന സമനുഹു ഹലാലൻ, അതിൻ്റെ വില ഹലാലാവുകയും ചെയ്യും. ഹാദാ മദ്ഹബുന, ഇത് നമ്മുടെ മദ്ഹബാണ്. വ മദ്ഹബുൽ ഉലമാഇ കാഫ, എല്ലാ ഉലമാഇൻ്റെയും മദ്ഹബാണിത്, നമ്മുടെ മാത്രം വീക്ഷണമല്ല. എല്ലാ മദ്ഹബിൻ്റെ ഉലമാവും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സജറിൻ്റെ മാന എന്തെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ. ഈ സംഭവം ബഹുമാനപ്പെട്ട ശർഹ് മുസ്ലിമുള്ള ബഹുമാനപ്പെട്ട സ്വഹീഹ് മുസ്ലിമിൻ്റെ പഴയ നുസ്ഖയുടെ 2-ാം വാള്യം 20-ാമത്തെ പേജിലും, പിന്നെ ഞാൻ മുത്താല ചെയ്ത ബഹുമാനപ്പെട്ട മുണ്ടക്കുളം ജാമിയ ജലാലിയയിലുള്ള ശർഹ് മുസ്ലിമിലുള്ള 10-ാം വാള്യം 233-ാമത്തെ പേജിലും ഈ വിഷയം കാണാൻ കഴിയും. ഇനി ഇത് സംബന്ധിയായി മഹാനായ ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ടവരെന്താണ് ഇത് സംബന്ധിയായി പറഞ്ഞത്? ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജിൽ പിടിമൃഗങ്ങളെ വിൽക്കാൻ പാടില്ല, പല മൃഗങ്ങളെയും വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ ചില സാധനങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. ആ ഒഴിവാക്കിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, വഹിറത്തിൻ അഹ്ലിയത്തിൻ, നാട്ടുപൂച്ചക്കും എതിരുകൊണ്ട് അതിനെ വിൽക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഉപകാരമില്ലാത്തതിൻ്റെ മേൽ ചുമത്തപ്പെടണം ആ നഹീനെ. ഒരു ഉപകാരമില്ലാത്തതിനെ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഉപകാരം? ഞാൻ തുഹ്ഫയുടെ ഈ വാർത്ത വായിക്കുമ്പോൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അതാണ് ഈ പറഞ്ഞത്. ലിദഫ്ഇ നഹ്വി ഫഇരിൻ, എലി പോലോത്തതിനെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എലിശല്യമുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ അതിനെ തടയണമെങ്കിൽ പൂച്ചനെ ആവശ്യമുണ്ട്. എന്നാൽ അവിടെ അയാൾക്ക് പൂച്ചനെ വിൽപ്പന നടത്താം, അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? വെറും ഈ ഒരു കാരണം മാത്രമല്ല, ലിദഫ്ഇ നഹ്വി ഫഇരിൻ. അപ്പോൾ പൂച്ചനെ കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ടോ ആ ഉപകാരത്തിനൊക്കെ വേണ്ടിയിട്ട് പൂച്ചനെ വിൽക്കപ്പെടാൻ പറ്റുമെന്ന് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും. വഅമ്മൽ ഹിറുൽ വഹ്ശിയു, അപ്പോൾ കാട്ടുപൂച്ചയോ, ഫലാ യസിഹു ബൈഉഹു, അതിനെ വിൽക്കൽ സ്വഹീഹാവൂല. അതിലും എന്തെങ്കിലും മൻഫഅത്ത് ഉണ്ടെങ്കിൽ പറ്റുമെന്ന് അതിൻ്റെ ശേഷമുള്ള ഇബാറത്തിൽ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയം ബഹുമാനപ്പെട്ട തുഹ്ഫ 4-ാം വാള്യം 264-ാമത്തെ പേജിലും പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിരുപാധികം പൂച്ചയെ വിൽക്കൽ ഹറാമാണ് എന്ന് പറയാൻ നിർവാഹമില്ല. ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു അഅലമു ബിസ്സവാബ്. നിങ്ങളൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ
എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.